പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും വെച്ച് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള ഈ കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ നല്ലപോലെ പഴുത്തിട്ടുള്ള ഒരു 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ പഴം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ പുഴുങ്ങാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്ത പഴം ആ ഒരു ചൂടോട് കൂടെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഴം നമുക്ക് ഒട്ടും കട്ടികളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിനായിട്ട് നമ്മൾ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം വേണം എടുക്കാൻ. പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഉടച്ചെടുത്ത പഴത്തിലേക്ക് ഗോതമ്പ് പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഒരു മാവ് രൂപത്തിലൊന്ന് കുഴച്ചെടുക്കണം. നമുക്കിതൊന്ന് കയ്യിൽ വെച്ച് ഉരുട്ടി പരത്തിയെടുക്കാനുള്ള ആ ഒരു പാകത്തിലാവുന്നത് വരെ ഒന്ന് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഗോതമ്പ് പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ ഇത് ഞാനൊരു മാവ് രൂപത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുറേശ്ശെ മാവെടുത്ത് ഒന്ന് ഉരുളകളാക്കി കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ശേഷം ഇതിനുള്ളിലായിട്ട് ഞാൻ തേങ്ങയും ശർക്കരയും ചേർത്ത ഫില്ലിങ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് അരമുറി തേങ്ങ ചിരവി അതിലേക്ക് കുറച്ച് ശർക്കരയൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് കുറച്ച് നമ്മൾ കയ്യിൽ വെച്ച് പരത്തിയെടുത്ത മാവിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് കവർ ചെയ്തെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണിത്. അപ്പോൾ നമുക്കിത് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ മാവും ഞാനിതുപോലെ തന്നെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി ചെറുതായിട്ടൊന്ന് പരത്തി ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഞാനിത് കൊഴുക്കട്ട രൂപത്തിലാക്കി ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ആവി കൂടെ കയറ്റിയെടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം കൊഴുക്കട്ട ഇവിടെ റെഡിയായി. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.